അടുത്ത ദിവസം 3ാം ക്ലാസ്സിൻ്റെ അറബിക് എക്സാം ആനുവൽ എക്സാം ആണല്ലോ. അപ്പം 2022-23 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നമുക്ക് നോക്കാം. ഇത് ഏകദേശം ഇതുപോലെയൊക്കെ ആയിരിക്കാം, ഇതിൻ്റെ ഫോർമാറ്റ് വെച്ചിട്ടായിരിക്കാം വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഹയ്യ നക്റഉ വ നജീബു. നമ്മൾ നജീബ്, അതായത് നമ്മളിത് വായിച്ച ഉത്തരം ഇതാണ് വേണ്ടത്. അമീനുൻ ദാരിസുൻ ഫിൽ മദ്രസത്തിൽ ഇബ്തിദാഇയ്യ يدرس في الصف الثالث. يروح أمين إلى المدرسة في الحافلة. يدرس أمين من المدرسة علوم واللغات ويحب اللغة العربية. شارك أمين في جميع المسابقات ونال جائزة في المسابقة القراءة. ويحب الجميع المدرسين والطلاب. هو دارس نشيط. നോക്കാം. അമീൻ എന്ന് പറഞ്ഞൊരു കുട്ടി മദ്രസയിൽ ഇബ്തിദാഇയ്യ, അതായത് എന്താ പറയുക, ഒരു മദ്രസ ഇബ്തിദാഇയ്യ UP അങ്ങനെ എന്തോ ആണ് പറയുന്നത്. അങ്ങനെ ഒരു മദ്രസയിലാണ് പഠിക്കുന്നത്. യദുറുസു ഫി സഫി സാലിസ്, അവൻ 3ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. യറുഹു അമീൻ ഇലൽ മദ്രസത്തി ഫിൽ ഹാഫില, അവൻ മദ്രസയിലേക്ക് പോകുന്നത് ബസ്സിലാണ്. യദുറുസു അമീൻ മിനൽ മദ്രസത്തിൽ ഉലൂമ വൽ ലുഗാത്ത്, അവന് അറിവുകളും അതുപോലെ ഇൽമുകളും അതുപോലെ ലുഗാത്ത് ഭാഷകളും അവൻ സ്കൂളിൽ നിന്നും പഠിക്കുന്നു. യുഹിബ്ബുൽ ലുഗത്തിൽ അറബിയ, അവൻ അറബി ഭാഷ ഇഷ്ടമാണ്. ഷാറഖ അമീൻ ഫിൽ ജമീഅൽ മുസാബഖാത്ത്, അവന് മുസാബക്ക അതായത് മത്സരത്തിൽ എന്തൊക്കെ ലഭിച്ചിട്ടുണ്ട്, അവൻ പങ്കെടുത്തിട്ടുണ്ട്. അവന് ലഭിച്ചത് ഖിറാഅത്തിലാണ്. യുഹിബു ജമീഅൻ, അവന് അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഇഷ്ടമാണ്, അവൻ നന്നായി പഠിക്കും. ഇനി നമുക്ക് ഇതിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ഫി അയ്യ സഫിൻ യദുറുസു അമീൻ, 3ാം ക്ലാസ്സിലാണ് അല്ലേ. അപ്പം യദുറുസു അമീൻ ഫി സഫി സാലിസ്, അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കി അങ്ങോട്ടേക്ക് എഴുതിയാൽ മതിയാകും. അപ്പം കൈഫ യറുഹു ഇലൽ മദ്രസ, അവൻ മദ്രസയിലേക്ക് എങ്ങനെയാണ് പോകുന്നത്. അപ്പം നമ്മൾക്ക് എങ്ങനെ എഴുതാം? യറുഹു അമീൻ, അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. യറുഹു അമീൻ ഇലൽ മദ്രസത്തി ഫിൽ ഹാഫില, അവൻ ബസ്സിലാണ് പോകുന്നത്. ഒന്നാമത്തേൻ്റെ ആൻസർ ഇതാണ്. ഒന്നാമത്തെ യദുറുസു ഫി സഫി സാലിസ്. അപ്പം നമ്മൾ ആൻസർ എഴുതുന്ന സമയത്ത് ആദ്യം യദുറുസു അമീൻ എന്ന് എഴുതുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഫി സഫി സാലിസ് എന്ന് എഴുതിയാൽ മതിയാകും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചത്? കൈഫ യറുഹു ഇലൽ മദ്രസ, യറുഹു ഇലൽ മദ്രസ അതാണ് ഫിൽ ഹാഫില. ഇനി നമുക്ക് നോക്കാം. മാതാ യദുറുസു അമീൻ മിനൽ മദ്രസ, അവൻ മദ്രസയിൽ നിന്നും എന്താണ് പഠിച്ചത്? എന്താണ്? യദുറുസു അമീൻ മിനൽ മദ്രസത്തി ഉലൂമ വൽ ലുഗാത്ത്, അതിവിടെ അതേ സെൻറ്റൻസിൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ വായിച്ച് അത് സെൻറ്റൻസിൽ എവിടെ ഉണ്ടോ നോക്കി ആ ഒരു സെൻറ്റൻസ് അങ്ങ് എഴുതി വെച്ചാൽ തന്നെ മാർക്കമായി. പിന്നെ ഹൽ ഷാറഖ അമീൻ ഫിൽ മുസാബഖാത്ത്, ഹൽ ഉണ്ടോ, അവൻ പങ്കെടുത്തിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. ഞാൻ ഷാറഖ അമീൻ ഫിൽ മുസാബഖാത്ത് എന്ന് എഴുതിയാൽ മതി. ഇനി ഫി അയ്യ മുസാബക്കത്തിനാല അമീൻ ജായിസ, അവൻ ഏത് മുസാബക്കയിലാണ് പ്രൈസ് കിട്ടിയത്? എന്തിനാണ്? ഖിറാഅ, മുസാബക്കത്തിൽ ഖിറാഅ. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത നോക്കാം. ഫി യൗമിൽ ഉഅ്തില ഖറജ അമീൻ മഅ അഖീഹി ഇലൽ ബൈത്തിൽ ജദ്ദ്, ഒരു അവധി ദിവസം അവൻ്റെ അമീന് അവൻ്റെ സഹോദരനൊപ്പം ജദ്ദിൻ്റെ അതായത് അലുബയുടെ വീട്ടിലേക്ക് പോയി. റഅ ഫി ത്വരീഖിൽ മൻദറൻ ജമീലൻ ഫഖാല അമീൻ, അമീൻ പറഞ്ഞു അലി അഖീഹി അൻ ഹാസ അൽ മന്ദർ, ഇത് മന്ദറാണ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തു. ഇനി നമുക്ക് നോക്കാം. ഇനി ഇതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്ത വിവരണം എഴുതാനാണ്. സിമ്പിളാണിത്. ഹാസ ബൈത്തുൻ ജമീലൻ, വീട് ഭംഗിയുള്ളതാണ്. അമാമൽ ബൈത്തി, ബൈത്തിൻ്റെ മുമ്പിൽ എന്തൊക്കെയാണുള്ളത്? തുല്ലാബ്, വിദ്യാർത്ഥികളുണ്ട്. തുല്ലാബ് അല്ലെങ്കിൽ തുല്ലാബുണ്ട്. പിന്നെന്താണ്? ഒരു ബുസ്താനുണ്ട്. ബുസ്താൻ ഫിൽ ബുസ്താനി അസ്ഹാറുൻ കസീറത്തുൻ, പിന്നെന്താണ്? ഫിൽ ബുസ്താനി വർദത്തുൻ ജമീലത്തുൻ, പിന്നെന്താണ്? ഫിൽ ബുസ്താനി ഫിൽ അലൽ വർദത്തി ഫറാഷത്തുൻ ജമീലത്തുൻ, പിന്നെന്താണ്? ദീക്കുണ്ട്. അങ്ങനെ അതിനെക്കുറിച്ച് അമാമൽ ബൈത്തി അതുപോലെ ഷജറകളുണ്ട്, അതൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനി ഹയ്യ നന്ദി. ഇനി എന്താണ്? നമുക്ക് ഈ ഒരു കവിത പൂർത്തിയാക്കാനാണ്. ഇത് സിമ്പിളായിരിക്കും. നോക്കാം. യാ അമീൻ അൻത ഹബീബി, പിന്നെന്താണ്? അനാഷിദു സിന നഷീദത്തെ സദീഖി അമീൻ ഹയ്യ നൻഷിദു മഅഹു വനക്തുബ്. നമുക്ക് അവൻ്റെ കൂട്ടുകാരനായ സിനാനെ അമീനെ കുറിച്ച് പാടിയതാണ്. നമുക്ക് എന്ത് ചെയ്യാം? പാടാം. അതിനൊപ്പം എന്ത് ചെയ്യാം? എഴുതുകയും ചെയ്യാം. യാ അമീൻ അൻത ഹബീബി, പിന്നെന്താണ്? അൻത തഅമലുൽ മക്രുമാത്തി, യാ അമീൻ അൻത സദീഖി. ഇനി അടുത്ത് എന്ത് ചെയ്താം? ഇവിടെ എന്താണ് വന്നത്? ഇത് നമുക്കൊരു ഐഡിയയും കൂടിയാണ്. കാരണം എന്താണ് നോക്കാം. യാ ഹബീബി, ഇവിടെ എന്ത് ലാസ്റ്റ് എന്ത് വരുന്നുണ്ട്? ബി എന്നിട്ട് ഒരു സംഭവം വരുന്നുണ്ട്. അപ്പോൾ അതുള്ളത് ഇത് തന്നെ ഇങ്ങോട്ടേക്ക് എഴുതി വയ്ക്കുക. യാ അമീൻ അൻത ഹബീബി എന്നുള്ളത് ഈ 2 ലൈനിലേക്ക് എഴുതി വയ്ക്കുക. പിന്നെ ഇവിടെ എന്ത് എഴുതണം എന്നുള്ളത് നമുക്കറിയില്ല. അവിടെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം 2 എണ്ണമാണ് വന്നിട്ടുള്ളത് ഈ യാ ലാസ്റ്റ്. അപ്പോൾ അത് രണ്ടും എന്ത് ചെയ്യുക? ഒന്നിവിടെ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇനി അടുത്ത ഇവിടെ നോക്കാം. അൻത തഅമലുൽ മക്രുമാത്ത് അൻത തഅമലുൽ മുഹ്സിനാത്ത്. അപ്പോൾ ഇവിടെ എന്താണ്? ലാസ്റ്റ് താ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? താ ഉള്ളത് ഇനി 2 എണ്ണം താ ഉള്ളതാണ്. 2 താ ഉള്ളത് ഇവിടേക്ക് എഴുതാം. അൻത തഅമലു എന്നുള്ളത് ഇവിടേക്കും എഴുതാം. ഇത്രയും ഈ ഒരു പ്രവർത്തനം. അടുത്ത പ്രവർത്തനം നോക്കാം. ഹയ്യാൻ ഇഹാദ്
ഹയ്യ അടുത്ത പ്രവർത്തനം നോക്കാം. ഹയ്യ നളഉല്ലാഹിഹാൽ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഇതിന് സ്യൂട്ടായിട്ടുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏത് എഴുതണം എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ഈ പിക്ചർ കണ്ടിട്ട് യോജിച്ചത് എഴുതണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ആദ്യത്തെ നോക്കാം. ഹാഫിൽ അല നളറത്തിൽ ബിർ. ബിർ എന്ന് വെച്ചാൽ എന്താണ് നമുക്കറിയാം, കിണറാണ്. അപ്പം ഒന്ന് ഏതാണ്? ഇതിൻ്റെത് ഒന്നാണ്. ഇനി രണ്ടാമത്തേത് നോക്കാം. തനാവലിൽ ഹലറവാത്ത ദായിമൻ. അപ്പം ഹലറവാത്ത് എന്താണ്? പച്ചക്കറികളാണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തത്. ഇനി രണ്ടാമത്തത് എന്ന് വെച്ചാൽ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കല്ല. ആ രണ്ടാമത്തതായിട്ടുള്ള അതെന്ത് ചെയ്യുക? ഇത് അവിടേക്ക് എടുത്ത് എഴുതിയാണ് വേണ്ടത്. ഇനി അവലിക്കൽ സുംബൂറൽ ബഅദൽ ഇസ്തിമാൽ. അവലിക്ക് സുംബൂറ ബഅദൽ ഇസ്തിമാൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് അർത്ഥം അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത നോക്കണം കേട്ടോ. ലാ തഖിഫിൽ അസ്ഹാർ. അത് നോക്കാം. എന്താണ്? അസ്ഹാർ എന്നാണ്? പൂക്കളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ 4 എന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ലാ തലഇബ് ഇൻദൽ ഹുജർ. ഹുജർ എന്നാണ്? മാളത്തിൻ്റെ അടുത്ത് കളിക്കരുത്. അപ്പോൾ ഇതെന്താണ്? 5ാമത്തതാണ്. അപ്പോൾ ഇതാണ് എന്ത്? 3ാമത്തത് എന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് നോക്കാം അടുത്തത്. ഒരു സംഭാഷണമാണ്. സഹബ അമീൻ ഇൽ മൈദാൻ. അവൻ ഗ്രൗണ്ടിലേക്ക് പോയി. കുറത്തിൽ കഥ ഫുട്ബോൾ കളിക്കാൻ. ലക്കിയ വലതൻ. അവന് എന്ത് കണ്ടു? ഒരു കുട്ടിയെ വഴിയിൽ വെച്ച് കണ്ടു. ഫസാറ ബൈനഹുമാ ഹിവാർ. അപ്പോൾ അവർ തമ്മിലുള്ള സംഭാഷണമാണ്. നോക്കാം. മസാല ഖൈർ മസാനൂർ. മൻ അൻത. നീ ആരാണ്? അന ഷെരീഫ്. ഞാൻ ഷെരീഫാണ്. മസ്മുക്ക. നിൻ്റെ പേരെന്താണ്? അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? മസ്മുക്ക എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് പറയേണ്ടത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ഇസ്മി അൻവർ, സോറി അമീൻ. ഓക്കെ. ഇനി അയിന തറുഹു. നീ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇലൽ മൈദാൻ. അപ്പം ലിമ എന്തിനാണ്? ലില്ലഅബി. അതായത് ഒന്നുകൂടി പറയാം. ഇവിടെ ഇസ്മി എന്താണ്? അമീൻ എന്ന് എഴുതണം. ഇവിടെ ഉണ്ട് അമീൻ എന്നുള്ള പേര്. പിന്നെ അയിന തറുഹു. നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ എന്താണ്? അത് ഇവിടെ ഉണ്ട്. ഇലൽ മൈദാൻ. ഇനി അടുത്തത് ലിമ എന്തിനാണെന്ന് ചോദിച്ചാൽ ലില്ലഅബിൽ ഖുറത്തുൽ ഖദം. അതും ഇവിടെ ഉണ്ട്. പിന്നെ എന്താണ്? ഹസനൻ. പിന്നെന്താണ്? ഹൽ തുസാഹിബിനി. നീ എന്നെയും കൂട്ടുമെന്ന് വെച്ചാണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ എന്ന് പറയാം. പിന്നെന്താണ്? അപ്പം അമീൻ പറയുന്നു അൽ തുസാഹിബിനി. നീ എന്നെയും കൂട്ടുമെന്ന് അമീൻ ചോദിക്കുകയാണ്. അപ്പോൾ ഷെരീഫ് പറയും ഞാൻ മർഹബൻ എന്ന് പറയുമ്പോൾ അമീൻ പറയും ശുക്രൻ. അപ്പം ഷെരീഫ് അഫുവൻ എന്നും പറയുന്നു. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്. അപ്പം എന്ത് ചെയ്യുക? നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് ടെക്സ്റ്റ് ബുക്കിൽ എന്നുള്ളതേ വരുള്ളൂ എന്ന് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അതുമൽ ചവിട്ടി നിന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് വരിക. അപ്പം ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. അതിൻ്റെ അപ്ലിക്കേഷൻ ലെവലേ വരുള്ളൂ. അപ്പം സംഭാഷണം ടെക്സ്റ്റ് ബുക്കിൽ അതേ ഒന്നും വന്നില്ല. പക്ഷേ എന്താണ്? ടെക്സ്റ്റ് ബുക്കിലുണ്ട് മസ്മുക്ക എന്ന് അവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഇസ്മി പിന്നെ പേര് പറയാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഹലറഹാത്തിൻ്റെയൊക്കെ പിന്നെ ബഹർ പിന്നെ അങ്ങനെ ജദ്വൽ എന്നൊക്കെ പറഞ്ഞ കുറേ സംഭവങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാൻ നന്നായിട്ട് നോക്കി വയ്ക്കാം. ഓക്കെ, താങ്ക് യു. ഇനി അടുത്തത് വളരെ സിമ്പിളാണ്. നമ്മളിങ്ങനെ എഴുതി കൊടുത്താൽ മതി. യുഹിബ്ബുൽ ഖിത്തു. ഇവിടെ ഏറ്റവും യോജിച്ചത് ഇങ്ങോട്ടേക്ക് എഴുതി കൊടുത്താൽ മതി. അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് യുഹിബ്ബുൽ ഖിത്തു. ഇവിടെ ഒന്ന് കൊടുത്തു റുസ്. അതായത് കിത്തിന് എന്താണ്? അറുസ് അതായത് നെല്ലിഷ്ടമാണ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി യുഹിബ്ബുൽ ഖിത്ത് ഹലീബ് പാലിഷ്ടമാണ്. ഇനി അടുത്ത് എന്താണ്? യുഹിബ്ബുൽ ഖിത്തു. കിത്തിന് എന്തിഷ്ടമാണ്? ഹലീബ് ഇഷ്ടമാണ്. സമക്ക് ഇഷ്ടമാണ്. പിന്നെന്താണ്? ഫഹർ ഇഷ്ടമാണ്. മൗസ് ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ 3-4 എണ്ണം ഏറ്റവും യോജിച്ചത് എന്ത് ചെയ്യുക? ഇവിടേക്ക് എഴുതി കൊടുക്കുക.